ആർക്കും വരാൻ പാടില്ലാത്ത ഒരു വിധിയാണത്. മാഷിൻ്റെ വീട്ടിലൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ് രജനീഷ് ചേട്ടൻ്റെ കൂടെ ആയിട്ട്. അപ്പോൾ റാണിയാൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ മനസ്സിൻ മടിയിലൊന്ന് പാടിത്തരുമോ, മോള് പാടിയിരുന്ന പാട്ടാണ്. അപ്പോഴത്തേക്ക് എനിക്കും അങ്ങോട്ട് വിഷമായി. പിന്നെ അത് ഫുള്ള് പാടിക്കൊടുത്തു. അങ്ങനെ ഒരു അപ്പോൾ ആ വീട്ടിൽ പോവാന്ന് വെച്ചാൽ തന്നെ ആ അമ്മമ്മ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം ഇല്ല അവര്, റാണി ആൻറ്റിയും. അങ്ങനെ വല്ലാണ്ട് ഒരു നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്ത ടച്ച് ചെയ്യുന്ന ഒരു ഇത്. നമുക്ക് ഈ ഒരു വേളയിൽ ഈ പടത്തിനും ഈ പാട്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഫാസിൽ സാറിന്റെ നോക്കത്താത്ത ദൂരത്തിൽ കണ്ണും തൊട്ട് മിക്കവാറും എല്ലാ പടങ്ങളും മണിച്ചിത്രത്താഴ് വരെ അറിയാലോ, എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസനാണ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് എല്ലാം സൂപ്പർ ഹിറ്റാണ്, ഗംഭീര മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസന്റെ. ഫാസിൽ അന്ന് ഞാൻ പരിചയമുണ്ട്, ഇങ്ങനെ പറഞ്ഞു ജോൺസനെ കൊണ്ടൊരു പടം ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ച ഒരു പടമാണ്. പക്ഷെ പടം അന്ന് വലിയ ഹിറ്റൊന്നല്ല, അത് ഇത്തിരി ഔട്ട് ഓഫ് ദ വേ ഒരു പ്രത്യേക തരത്തിലുള്ള കഥയൊക്കെ ആയിരുന്നുവെങ്കിലും പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായി ഇതില്. ഇന്നും നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഫീലാണ്, എന്തൊരു ഫീലാണ് ഈ പാട്ട്. അത് ജോൺസന് സ്പെഷ്യലാണ് ഇത്തരം ഈ താരാട്ട് പാട്ടുകൾ. അതിപ്പോൾ നമുക്ക് ഓർക്കാൻ വയ്യ അതിൻ്റെ സാഹചര്യം, ഇപ്പൊ കെടുക്കുന്ന സാഹചര്യം. ഇപ്പൊ താരാട്ട് എവിടെയാണ്? ജോൺസൺ താരാട്ട് പാടുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, മക്കളൊക്കെ മടിയിലിരുത്തിയിട്ട്. പാവം ഒരു അമ്മ മാത്രം ഇവിടെ തനിച്ച്, വൈഫ് മാത്രം. ഞാൻ ഈ അടുത്ത് ഏതൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ത്രീ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, ആ സ്ത്രീ, അതായത് റാണി, ഷീസ് അബ്നോർമലി നോർമലാ. ഷീസ് വെരി നോർമൽ, ബട്ട് ഇറ്റ് ഈസ് അബ്നോർമലി നോർമൽ എന്നാണ് എനിക്ക് തോന്നിയത്. ഇവരെ മുകളിൽ മുറിയുണ്ട്, ഞങ്ങളുടെ മുറി ഇവിടെയാ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങണേ. ഒരു മുറിയില് 4 തലണ ഇതൊക്കെ വെച്ചിട്ട് ജോൺസണും 2 മക്കളും റാണിയും അവിടെയാണ് കിടന്നുറങ്ങുന്നത് ഇപ്പോഴും എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് ഇതൊക്കെ പറയാനും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പലതും പറയുന്നുവെങ്കിലും ആ ഒരു അവസ്ഥ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വെരി റയറസ്റ്റ് കൈൻഡ് ഓഫ് തിങ്, നോ വാട്ട് ഷുഡ് ഹാപ്പൻ ഫോർ എനിവൺ ഇൻ ദിസ് വേൾഡ്. ജോൺസന്റെ ഈ പാട്ടുകളൊക്കെ നിങ്ങളിവിടെ നന്നായിട്ട് അവതരിപ്പിക്കുമ്പോൾ എല്ലാ രീതിയിലും എത്ര പാട്ടുകളാണല്ലേ. ഹിസ് സോൾ വിൽ ബി ഹാപ്പി. നമുക്കതല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ജോൺസൺ മാഷിനെ ഈ നിമിഷം നമ്മൾ ഓർമ്മിക്കുന്നു. അത്രയും വലിയൊരു ലെജൻഡാണ്. നമുക്ക് ഒത്തിരി നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ്. ഈ ഫ്ലോറിനെ തന്നെ എന്താ പറയാ, ഒത്തിരി നൊസ്റ്റാൾജിയയിൽ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ജോൺസൺ മാഷിൻ്റെ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്. ഈ ഫ്ലോറിലൂടെ തന്നെ നമ്മൾ ഒത്തിരി വട്ടം അദ്ദേഹത്തെ ഓർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടെ ജോൺസൺ മാഷിനെ നമ്മൾ ഈ ഒരു നിമിഷം ഓർമ്മിക്കുകയാണ്. ഒരു കുഞ്ഞു പാട്ടായി വിതും